നമസ്കാരം. പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഫെബ്രുവരി മാസത്തെ രാശിഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുരു ഭഗവാൻ സഞ്ചരിക്കുന്നു. കന്നി രാശിയിൽ ചന്ദ്രൻ കേതു സഞ്ചരിക്കുന്നു. ധനു രാശിയിൽ കുജൻ ബുധൻ ശുക്രൻ എന്നീ രാശികളും, മകര രാശിയിൽ സൂര്യനും, കുംഭം രാശിയിൽ ശനി, മീനം രാശിയിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാണ്. ഫെബ്രുവരി മാസത്ത് ധനു, മകരം, കുംഭം, മീനം എന്നീ രാശികളുടെ രാശി ഫലമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ പ്രധാനമായി കുബേര യോഗം ലഭിക്കുന്ന രാശികളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഇതിൽ പറയുന്നത്. ധനു രാശിക്ക് ശുക്രൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലമാണ്. 11-ന് ശേഷം മകരം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഇഷ്ടഭക്ഷണ ഭാഗ്യം, വിശേഷ വസ്ത്രലാഭം, ധനധാന്യ ലാഭം, കുടുംബ സൗഖ്യം എന്നീ ഫലങ്ങളാണ് അനുഭവപ്പെടുക. ശനി 3-ൽ സഞ്ചരിക്കുന്നതിനാൽ ധനസമൃദ്ധി, കൃഷിയിൽ നിന്ന് നേട്ടം കൈവരിക്കുക, സകല ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം കൈവരുന്നതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഗുരു പൂർവ്വ പുണ്യസ്ഥാനമായ 5-ൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം, സ്ത്രീജനങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും, അതുപോലെ 2-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ 3-ലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, അതായത് മകരം രാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ കുംഭത്തിലേക്ക് 13-ന് പ്രവേശിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുകയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ശത്രുക്കളിൽ നിന്നും വിജയം കൈവരിക്കുകയും ചെയ്യും. കുജൻ 2-ൽ സഞ്ചരിക്കുന്നതിനാൽ സംസാരം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. ബുധൻ 2, 3 എന്നീ സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ധനസമൃദ്ധി, വാക്സാമർഥ്യം, മനോബലം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഇനി എല്ലാ രാശികളും ധനു രാശിക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കാണുന്നത്. ഇവർക്ക് എല്ലാ വിധത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സുവർണകാലമാണ് ഫെബ്രുവരി മാസം. ഇവർക്ക് കുബേര യോഗം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്ന ഒരു രാശിയാണ് ധനു രാശി. അടുത്ത രാശി മകരം രാശിയാണ്. ജന്മരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കണം. ദൂര യാത്രകൾ പോകേണ്ടി വരാം. കുജൻ ജന്മരാശിയിലേക്ക് 5-ന് പ്രവേശിക്കുകയാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യതടസ്സം, ശത്രുക്കളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിയുന്ന രീതിയിൽ ധൈര്യസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നതിനാൽ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ഇവർക്ക് ഉള്ള ധൈര്യം ലഭിക്കുകയാണ്. വിദ്യാകാരകനായ ബുധൻ ജന്മരാശിയിലും അതുപോലെ കുംഭം രാശിയിലും പ്രവേശിക്കുന്ന കാലമാണ്. കുംഭം രാശിയിലേക്ക് 19-ന് പ്രവേശിക്കുകയാണ്. ജന്മരാശിയിലും കുംഭം രാശിയിലേക്കും ബുധൻ സഞ്ചരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നത്താൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അതീവ ശ്രദ്ധയോടുകൂടി ജോലികൾ ചെയ്ത് പൂർത്തീകരിച്ച് പ്രശംസ നേടുന്ന ഒരു കാലമാണ് ഫെബ്രുവരി മാസം. ശനി ഭഗവാൻ 2-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർ സംസാരം നിയന്ത്രിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഇവർക്ക് എല്ലാ തരത്തിലും ധനം വന്നു ചേരുന്നതാണ്. ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ധനം ഇവർക്ക് കൃത്യസമയത്ത് ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ധൈര്യ സ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഇവർക്ക് തരണം ചെയ്യുവാനുള്ള ബുദ്ധിശക്തി ലഭിക്കുകയാണ്. ഗുരു 4-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയത്ത് വീടുകളിൽ ചില കലഹങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സംസാരം വളരെ അധികം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്.
ശുക്രൻ സ്വന്തം രാശിയിലേക്ക് 11 പ്രവേശിക്കുന്നത് കൊണ്ട് ഇഷ്ടഭക്ഷണ സമൃദ്ധി, വസ്ത്ര ലാഭം, സുഖനിദ്ര എന്നീ സൽഫലങ്ങളാണ് ഇവർക്ക് ലഭിക്കുക. മകരം രാശിക്ക് ഫെബ്രുവരി മാസം ഒരു നല്ല മാസം തന്നെയാണ്. എല്ലാ വിധത്തിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. അടുത്ത രാശി കുംഭം രാശി. കുംഭം രാശിയുടെ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സൂര്യൻ 12 സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലം തന്നെയാണ്. അതുപോലെ ബുധൻ 12 സഞ്ചരിക്കുന്നത് കൊണ്ട് നേത്ര രോഗങ്ങൾ, അതുപോലെ ഉഷ്ണ രോഗങ്ങൾ വരാതെ നോക്കണം. അതുപോലെ ബുധൻ 12 ജന്മത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ട് ശത്രുക്കളിൽ നിന്ന് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. ചില സമയത്ത് കാര്യപ്രാപ്തി ലഭിച്ചില്ല എന്ന് വരാം. അതുപോലെ ബന്ധുക്കളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശുക്രൻ 11 സഞ്ചരിക്കുന്നത് കൊണ്ട് ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുക്കളുടെ ആദരവ് ലഭിക്കുക, ധനസമൃദ്ധി എന്നീ ഫലങ്ങളാണ് ലഭിക്കുക. അതുപോലെ ശുക്രൻ 12 പ്രവേശിക്കുന്ന സമയത്ത് കാര്യവിജയം, വാക്ചാതുര്യം, അതുപോലെ ധനസമൃദ്ധി കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു കാലമാണ് കുംഭം രാശിക്കാർക്ക്. കുംഭം രാശിക്കാർ ശനി പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ, പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയും ഹനുമാൻ ക്ഷേത്രത്തിൽ വടമാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ഇവരുടെ ദോഷഫലങ്ങൾ മാറി കിട്ടുന്നതാണ്. അടുത്ത രാശി മീനം രാശിയാണ്. മീനം രാശിയുടെ ധനസ്ഥാനത്ത് സ്വന്തം രാശിനാഥനായ ഗുരുഭഗവാൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് പല വഴിയിലും ധനം വന്നു ചേരുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പല രീതിയിലും ധനലാഭം ലഭിക്കുന്ന ഒരു കാലമാണ്. ഉദ്യോഗസ്ഥരുടെ സാമർഥ്യത്താൽ എല്ലാ രീതിയിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഫെബ്രുവരി മാസക്കാലം. എന്നാൽ സ്വന്തം രാശിയിൽ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർ പ്രധാനമായി സർവദോഷ ശാന്തി വരുത്തുന്നത് വളരെ നല്ലതാണ്. സൽഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി സർവ ദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. 10 സഞ്ചരിക്കുന്ന ശുക്രൻ 11 മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുക്കളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം, ധനസമൃദ്ധി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് മീനം രാശിക്കാർക്ക്. ബുധൻ 19-ാം തീയതി വരെ മകരം രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് സന്തോഷപരമായിട്ടുള്ള ഒരു കാലമാണ്. ഭാര്യയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു സ്നേഹം ഇവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ചിലർക്ക് പുത്രഭാഗ്യം കൈവരുന്നതാണ്. എന്നാൽ കുജൻ 11 സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഇവർക്ക് ദേഹ സൗഖ്യം, ധനലാഭം, കാര്യവിജയം എന്നിവ കൈവരിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ്. ഈ പറഞ്ഞ ധനു, മകരം, കുംഭം, മീനം എന്നീ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.